നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ഒരാൾക്ക് എത്ര നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കും? എങ്ങനെയൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടാലും രൂപമാറ്റം വരുത്തിയാലും പേരുകൾ മാറ്റിയാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നാണ് യാഥാർത്ഥ്യം. 2019 പാലക്കാട് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു 4 വയസ്സുകാരിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. കേസിൽ ഭിക്ഷാടന മാഫിയയിലെ സ്ത്രീകളടങ്ങുന്ന 5 അംഗ സംഘം അറസ്റ്റിലായെങ്കിലും അതിൽ 3 പേർ ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെട്ടു. ഒടുവിൽ 6 വർഷത്തിന് ശേഷം കേസിലെ മുഖ്യപ്രതി സുരേഷിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ക്രൂരമായ സംഭവം നടന്നത്. സ്റ്റേഡിയം പരിസരത്ത് താമസിച്ചിരുന്ന നാടോടി കുടുംബത്തിലെ 4 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അയൽവാസികളായ 5 പേർ ചേർന്ന് ക്രൂരകൃത്യം നടത്തിയെന്നാണ് കേസ്. കൂട്ടബലാത്സംഗത്തിനിടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഉപേക്ഷിച്ചു. തുടക്കത്തിൽ പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തിയത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരായിരുന്നു കേസിലെ പ്രതികൾ. ജാമ്യത്തിലിറങ്ങിയ ശേഷം 1-ാം പ്രതി സുരേഷ് കുമാർ, 2-ാം പ്രതി പടയപ്പ, 4-ാം പ്രതിയും സുരേഷ് കുമാറിന്റെ ഭാര്യയുമായ ഫെമിന എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു. ഇവരിൽ സുരേഷ് കുമാറിനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. മറ്റ് 2 പ്രതികളായ പടയപ്പ, ഫെമിന എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ മറ്റ് 2 പ്രതികൾ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയ സുരേഷ് മയക്കുമരുന്നിനടിമയും ലൈംഗിക പീഡന കേസിലെ പ്രതിയുമാണ്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.